ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ 4 ഘട്ടങ്ങൾ ഏത് എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ ഒരു 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഒന്നാമത്തെ ഘട്ടത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. 4 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം സ്കേഴ്സിറ്റി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘട്ടം ക്ലാരിറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം മാസ്റ്ററി എന്നുള്ളതാണ്. നാലാമത്തെ ഘട്ടം ലിബർട്ടി എന്നുള്ളതാണ്. ഒന്നാമത്തെ ഘട്ടമായിട്ടുള്ള സ്കേഴ്സിറ്റിയിലാണ് നമ്മുടെ മലയാളികളിൽ 95% പേരും കുടുങ്ങിക്കിടക്കുന്നത്. ആ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവരാണ് നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നതെങ്കിൽ, മറ്റുള്ളവർ പറയുന്നതാണ് നമ്മളുടെ അറിവായിട്ട് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുവാനോ നമുക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കുവാനോ കഴിവില്ല എങ്കിൽ അതിന് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയും. രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള ക്ലാരിറ്റി, അതായത് സ്കേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു ബോധോദയം ഉണ്ടായ ശേഷം ആ ജീവിതത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് കടക്കുന്നത്. അത് മലയാളികളിൽ 4% പേര് മാത്രമേ കടക്കുകയുള്ളൂ. ക്ലാരിറ്റി എന്ന് പറയുന്ന രണ്ടാം സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ജീവിതത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുന്നു, നമുക്കെന്താ ഒരു ബോധോദയം ഉണ്ടാകുന്നു. ആ ബോധോദയത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത സ്റ്റേജിലോട്ട് കടക്കുവാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാകുന്നു. ആ സ്റ്റേജ് ലോകത്തിലെ അല്ലെങ്കിൽ മലയാളികളിൽ 1% പേര് മാത്രം കടക്കുന്ന ഒരു സ്റ്റേജാണ്. അതിന് നമ്മൾ മാസ്റ്ററി എന്ന് പറയും. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് മാസ്റ്ററിയിൽ നിന്ന് ലിബർട്ടി എന്ന് പറയുന്ന നാലാമതൊരു സ്റ്റേജിലോട്ട് അയാൾ അച്ചീവ് ചെയ്തിടും. അത് മലയാളികളിൽ 0.01% ആൾക്കാർ മാത്രം അച്ചീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പരിപൂർണ്ണ സ്വാതന്ത്ര്യത്തിലോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് എത്തിച്ചേരുന്നത്.